ഹലോ ഗായ്സ്, വെൽക്കം ടു ഗെയിം ടൈം. ഓക്കെ, നമ്മളിന്ന് ഡാർക്ക് റിഡിൽ 3 ആണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ചാപ്റ്ററാണ് ഇത്. ഗൈസ്, ഇത് ഡാർക്ക് റിഡിൽ ചാപ്റ്റർ 4 ചിലപ്പോൾ ഇറങ്ങും. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ചാപ്റ്റർ 3 വരെയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഇതിൻ്റെ പാർട്ട് 1 ആണ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, നമ്മൾ കണ്ട സയൻറ്റിസ്റ്റും പിന്നെ അപ്പുറത്ത് മറ്റൊരു അമ്മച്ചിയുണ്ട്, ഞങ്ങളുടെ നൈബർ, പിന്നെ മറ്റേ മുയലുകളും. അപ്പോൾ ഗൈസ്, നമ്മൾ ഗെയിമിൽ നിന്ന് കളിക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മുടെ നൈബറിൻ്റെ പേരാണ് റീഡിൽ വുഡ്. ആ ഗൈസ്, ഞാൻ 1 പറഞ്ഞില്ല, ഞാൻ റീഡിൽ വുഡ്. അപ്പോൾ ഗൈസ്, ലെറ്റ് സ്റ്റാർട്ട് ഗെയിം. ആ ഗൈസ്, ഇൻട്രൊഡക്ഷൻ. ഗൈസ്, നൈബറിൻ്റെ വീടാണ് ഇത്. അതെ ഗൈസ്, ആണെന്ന് തോന്നുന്നു. ആ അത് തന്നെ. ഓ ഗൈസ്, എൻ്റെ ഗ്രാഫിക്സ് ഉണ്ടോ ഗൈസ്? കുറച്ചും കൂടി കൂടിയിട്ടുണ്ട് ഗൈസ് എൻ്റെ ഗ്രാഫിക്സ്. മറ്റേനെക്കാട്ടിലും കുറച്ചും കൂടി നന്നായിട്ടുണ്ട് ഗൈസ്. നമ്മളവിടെ ഇതാണ് നമ്മൾ കുറച്ചും കൂടി വലുതായി. അത് നമ്മളാണോ വേറെ ആരെങ്കിലും? നമ്മളാണെന്ന് തോന്നുന്നു. അത് ഉടുപ്പൊക്കെ അതെ ബ്ലൂ കളർ. അപ്പോൾ ഗൈസ്, നമ്മൾ തുടങ്ങി. നമ്മൾ തേർഡ് ക്യാമറയാണ് സ്നീക്ക് ഇൻ ടു ഹൗസ് ഫസ്റ്റ് മിഷൻ. ഓ ഗൈസ്, നമ്മുടെ എല്ലാ മാർക്കും കാണിക്കും ഗൈസ്. ഫസ്റ്റിലേന് മാത്രം ഇങ്ങനെ കാണും, ഫസ്റ്റിലും സെക്കൻഡിലും അങ്ങനെ ഉള്ളായിരുന്നു ഗൈസ്. ആദ്യത്തേത് നമ്മൾ ഇതുപോലെ ഒരു പച്ച അരമാർക്ക് എന്തായിരുന്നു, പിന്നെ സെക്കൻഡിൽ മിഠായി വെച്ചിങ്ങനെ വഴി കാണിച്ചു. ഇതിൽ മഞ്ഞ കളറിൽ സംഭവമാണ്. ഫസ്റ്റിലെ ആ മിഷന് മാത്രമേ ഉള്ളൂ കഴിച്ച് ഇങ്ങനെ. ബാക്കിയൊക്കെ നമ്മൾ ഹിൻ്റ് എടുത്താലേ വരച്ചു. പക്ഷെ എന്താണ് താഴേക്ക് ഗെറ്റ് അപ്പ് തേർഡ് ഫ്ലോറോ? ആ തേർഡ് ഫ്ലോർ. ഇവനാണ് അതെ. അപ്പോഴേ തോന്നി നമ്മുടെ നൈബർ അവരെല്ലാം പറ്റിച്ചിട്ട് ഒറ്റയ്ക്ക് അവരുടെ സ്ഥലമൊക്കെ പിടിച്ച് മേടിച്ചിരിക്കുകയാണ്. ഇത് നമ്മളെന്നാ മീറ്റിംഗിൽ കണ്ട മുതലേ സയന്റിസ്റ്റിനെ ഒക്കെ പറ്റിച്ചെന്നാണ് തോന്നുന്നത്. നമ്മുടെ നൈബർ എല്ലാവരും പറ്റിച്ചിട്ട് ഒറ്റയ്ക്ക് ആ പവറൊക്കെ. പിന്നെ എനിക്ക് തോന്നണേ മുയലിനെ മാത്രമേ പറ്റിച്ചോ അതോ എല്ലാവരെയും പറ്റിച്ചോ? ഇത് മുയലിനെ മാത്രമാണ് പറ്റിച്ചതെന്നാണ് തോന്നുന്നത്. എല്ലാവരും പറ്റിച്ചില്ല. ഞാൻ ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ എല്ലാവരും പറ്റിച്ചു. പക്ഷേ എനിക്ക് മുയലിനെ മാത്രമേ പറ്റൂ. ഈ മുയൽ പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ അപ്പം എനിക്കൊന്ന് അമ്മക്കിനി മറ്റവരെ ഇതിനകത്ത് ഫൈറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. മറ്റവരുമായിട്ടും കുറേ ഫൈറ്റ് ചെയ്യണമെന്നാണ് തോന്നുന്നത്. മുയലിറങ്ങി. എൻ്റെ പേരെന്താണ്? ഹൗവേഡ്. ഹൗവേഡ് പുറത്തിറങ്ങി എല്ലാം എടുത്ത് എനിക്കിപ്പോൾ നടക്കാൻ പറ്റുന്നു. ഓ ഗൈസ്, അവിടെ നമുക്ക് എന്താ തന്നു? ഗണ്ണാണ് ഗൈസ്. നമ്മളെന്നാ മാഷ് മെഷീനിൽ നമ്മൾ കണ്ടില്ല. ഇതൊക്കെ ഏത് ഗണ്ണാണെന്ന് ഞാൻ ചോദിച്ചില്ലായിരുന്നു ഗൈസ്. ആ ഗണ്ണാണിത്. ഫൈബറുണ്ട്. ഓ ഗൈസ്, നമ്മുടെ ഈ കണ്ണില്ലേ ഗൈസ്, അവിടെ കണ്ണ് പകുതി തുറന്ന നൈബർ നമ്മളെ ചെറുതായിട്ട് കണ്ടെന്നാണ്. ഫുള്ള് തുറന്ന നമ്മളെ പിടിക്കാൻ വരുന്നെന്നാണ് അതിൻ്റെ അർത്ഥം. ഓ ഗൈസ്, ഇത് കൊള്ളാം ഗൈസ്. ഇത് ഓഫ്ലൈനായിട്ടാണ് കളിക്കുന്നത്. മറ്റേ നമുക്ക് ഓൺലൈനായിട്ട് കളിച്ചാലേ മറ്റേ ഇത് കാണാൻ പറ്റത്തുള്ളൂ. എന്താണ് വെടിയൊക്കെ വെടിവെച്ചിട്ടൊന്നും പറ്റില്ല ഗൈസ്. മറ്റേ നമുക്ക് മാപ്പ് വേണമെങ്കിൽ ഓൺലൈനായിട്ടാണ് മറ്റേ എനിമീനെ. പക്ഷേ ഇത് നമുക്കല്ലാതെ തന്നെ കണ്ണ് വെച്ച് കാണാം. ഒരു കണ്ണിൻ്റെ ഒരു സംഭവമുണ്ട് ഗൈസ്. ആ ഗൈസ്, നൈബർ. പക്ഷെ വെടിവെച്ചിട്ടൊന്നും പറ്റണില്ല. ഓക്കെ, നമ്മുടെ ഈ കാർഡ് പോലത്തെ സംഭവം കണ്ടോ, ഈ മഞ്ഞയും ബ്ലാക്കും, അതാണ് ഈ സാധനം. മറ്റേ വെടിയുണ്ട. നമുക്ക് 2 കൂടിയുണ്ട്. കണ്ണ് തുറന്നിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, എന്താണ് പറ്റിയത്? ഓ ഗൈസ്, രക്ഷപ്പെട്ട്. ഇല്ല, നൈബർ അങ്ങനെ അതിക്കേക്കും. ആ ഗൈസ്, വെടിവെച്ചോ. ഓ ഗൈസ്, ഇത് മറ്റേ കണ്ണ്, ഫ്രീസിങ് കണ്ണ്. നമ്മുടെ രാത്രിയിൽ മണ്ണിലൊക്കെ ഫസ്റ്റ് കണ്ടില്ലേ? ഓ ഗൈസ്, മിഷൻ കംപ്ലീറ്റ്. ഇത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് മിഷൻ ആയതുകൊണ്ടാണ്, ക്ലൂ ഉള്ള കൊണ്ടാണ് ഇത്രയും ഇതായത്. ചിലപ്പോൾ അടുത്ത മിഷനൊക്കെ പാടായിരിക്കും. സ്ഥിതാരാണ് ഇടുക്കി. പക്ഷെ നമുക്ക് ഇടിക്കാനൊക്കെ പറ്റും. ചെയ്യത്തില്ല. ഒന്നുകൂടി ഇടിച്ചിട്ടുണ്ട്. ആ ഗൈസ്, എന്ത് ചത്തുപോയാ? നമ്മുടെ ഹൗവേഡിന്റെ ലാബാണ്. ഹൗവേഡിന് ഇവരെ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കാണെന്ന് ഇവൻ പുറത്തിറങ്ങിയിരിക്കാൻ.
എന്ത് അതെ അവിടെ എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. Oh guys, here's my lair. All that you see in your collection in my lair. Tell me how did you find the laboratory? Oh guys, നമ്മൾ അങ്ങോട്ട് ചോദിക്കണം എങ്ങനെയാണ് ഇത്രയും വലിയ ലാബോറട്ടറി. അപ്പോൾ ഹൗവേർഡ് പറഞ്ഞു ലേബറിൻ്റെ ഒരു കുറച്ച് ലോങ് ടൈം എഗോ എസ്കേപ്പ് ചെയ്യാനായിട്ടാണ് ഇവൻ ഇത് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ നൈബർ ഇവനെ പിടിച്ചു. ഇവനിത് കണ്ടുപിടിച്ച് ഈ ലബോറട്ടറി ഇങ്ങനെ ലാസ്റ്റ് ഇൻവെൻഷൻ നമുക്ക് തരാന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പക്ഷേ വർക്ക് ബെഞ്ച് എന്ന് പറഞ്ഞ സംഭവമില്ല കുറച്ച് മുമ്പ് കണ്ട അത് നിങ്ങളെ കാണിച്ചില്ല. പക്ഷെ അവിടെ ഒരു വർക്ക് ബെഞ്ച് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ട ഇതിലാ തിളക്കം വന്ന് ക്രാഫ്റ്റ് ട്രാപ്പാ എന്ത് കേജ് ട്രാപ്പാ സൗണ്ട് ട്രാപ്പ് എനർജി ട്രാപ്പ് ഹാമർ ട്രാപ്പ്. ഇനി ഇതൊക്കെ അൺലോക്ക് ചെയ്യണം നമ്മൾ. നമുക്കിപ്പോൾ 2 കേജ് ട്രാപ്പ് നമ്മൾ ക്രാഫ്റ്റ് അല്ല 1 കേജ് ട്രാപ്പ്. എന്താണ് കേജ് ട്രാപ്പ്? ഓ ഗൈസ് നമ്മളിങ്ങനെ എറിയുമ്പോൾ മുയലല്ല മറ്റേ സംഭവം എന്തുവാ എന്താ വേറെന്തോ ഒരു സോംബി റാബിറ്റ് അങ്ങനെ എന്തോ പറഞ്ഞൊരു സംഭവമാണ് ആ സാധനത്തിന് അവിടെ എനിമി ഇല്ല. അതിനെ പിടിച്ചു വെക്കാൻ പറ്റും. ഗൈസ് വർക്ക് ബെഞ്ചിന്റെ ചെവി മുയലിന്റെ ചെവിയാ മിനിയൻസ്. നമ്മൾ ചോദിക്കണ ഓ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ആ ഇതുപോലുള്ള നല്ല മുയലിലേക്ക് നമ്മുടെ നൈബറാണെന്ന് ക്രൂവലാക്കി മാറ്റി. ഡോക്ടർ ഗ്ലോറിയുടെ മെന്റൽ ഹോസ്പിറ്റലിൽ അങ്ങനെ എവിടെ എങ്ങാണ്ടും പോയാൽ ചെയ്തതാന്ന് ഇവൻ പറയുന്നു. അവറ്റകളെല്ലാം മെറ്റീരിയൽസും സംഭവമൊക്കെ ഡിസ്ട്രോയ് ചെയ്യും. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് നമ്മൾ സൂക്ഷിക്കണം. അതിങ്ങനെ നൈബറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ നടക്കുമോ ഓരോ എനിമീസിന്. പക്ഷെ എന്താണ് കഴിയാത്തവൻ പറയുന്നത്. ഹൗസ് ഈസ് അണ്ടർ അറ്റാക്ക്. ആരുടെ ഹൗസ്? പക്ഷെ എനിക്ക് നൈബറിന്റെ ഹൗസ് ആണെന്ന് തോന്നുന്നു. ഓ ഗൈസ് ദീസ് അവിടെ സൈഡിൽ ഒരു ഹൗസ് ഈസ് അണ്ടർ അറ്റാക്കില്ല സാധനത്തിനെ കാണിച്ചായിരുന്നു ഗൈസ്. ഇതെന്താണ് ഒരു മുടിയൊക്കെ ഉള്ള സാധനം കണ്ടോ സൈഡിൽ? ഗെറ്റ് ഇൻ ടു നൈബേഴ്സ് ഹൗസ്. നൈബർ ഇവിടെ വല്ല നിൽപ്പുണ്ട്. ഗൈസ് നൈബർ നോക്കിക്കോ. ഗൈസ് പകുതി കണ്ണുറന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടു എന്നല്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റേ നൈബർ വീടിൻ്റെ സൈഡിലോട്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയത്തില്ലായിരുന്നു ഇടയ്ക്ക്. അതിപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ശരി യെല്ലോ മാർക്ക് കാണിച്ചിട്ടുണ്ട് അങ്ങോട്ടാണ്. പക്ഷേ നമ്മുടെ 2 ഹാർട്ട് പോയി. 1 ലൈഫും കൂടി 2 ലൈഫ് പോയി. നൈബറിൻ്റെ വീട് കുറച്ചും കൂടി വലുതാണെന്നോ ഇപ്പോൾ തോന്നുന്നു. നമ്മളന്ന് ചെറുതായിരുന്നപ്പോൾ നൈബറിൻ്റെ വീട് അത്യാവശ്യം വലുതായിരുന്നു. ഇപ്പോൾ നമ്മൾ വലുതായപ്പോൾ വീടും വലുതായിരുന്നു. ഒരു ചെരുപ്പ് സൈഡിലെന്തോ ഒരു കാർഡ് വന്നിരിക്കുന്നു. എന്തോ മെമ്മറി കാർഡ് കണക്കത്തുന്ന സംഭവം. ചെരുപ്പ് എടുക്കട്ടെ. ചെരുപ്പെടുത്ത് ചില്ല് പൊട്ടിക്കുമ്പോൾ നൈബറിനെ ഇങ്ങോട്ട് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് പോകാം. താഴെ പോയിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടോന്ന് ചെരുപ്പെടുത്തു. നമുക്കൊന്നും കൂടി ഒന്ന് ഇവിടെ അല്ല നമുക്ക് നൈബർ താഴോട്ട് വിളിച്ചിട്ട് മേളിൽ പോകാം. നൈബർ താഴത്തേക്ക് ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോകാം. അല്ല ഗൈസ് ഇവിടെ എന്താണ് ഇവിടെ ആ മറ്റേ സാധനം കണ്ട ഗൈസ് അതാണ് നൈബർ വരുന്നുണ്ട്. ചെരുപ്പൊന്നും അറിയട്ടെ. അയ്യോ സൈഡിലോട്ടാണ് പോയത് ഗൈസ്. നൈബർ വരുന്നുണ്ട്. നൈബറിന് എന്തോ ഒരു മാറ്റം വന്നു കണ്ട ഗൈസ്. ഒരു മഞ്ഞ തലയിൽ നേരത്തെ ഫുള്ള് ബ്ലൂ ആയിരിക്കും. ഇപ്പം മഞ്ഞയാണ് ഗൈസ്. ഓക്കെ ശരിക്കും ഫുള്ള് നീലയായി വെടി കൊള്ളത്തില്ല. ഇപ്പം ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തതല്ലേ അപ്പം കുറച്ചും കൂടി മഞ്ഞയായിട്ടുണ്ട്. അപ്പോഴാണ് വെടി കൊള്ളത്തുള്ളൂ. ഒരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് വെടി ചിലപ്പോൾ കൊള്ളത്തില്ലായിരിക്കും. അതായിരിക്കും ചിലപ്പോൾ. ഇവിടെ എന്താണുള്ളത്? ഓക്കെ സ്റ്റേ ഇവിടെയാണ്. ഓക്കെ ഇത് എന്തുവാ ആ സ്ഥലം? ഗൈസ് ഇത് മറ്റേ ഒരു പസിലാണെന്ന് തോന്നുന്നു. അപ്പോൾ കറക്റ്റ് ഒരു ഫോട്ടോ ആക്കണം. നൈബറിൻ്റെ പൈററ്റ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ മറ്റേ സ്കിന്നില്ല അതാണെന്ന് തോന്നുന്നു. നമ്മുടെ
ഡാർക്ക് റിഡിൽ 1ലെയും 2ലേക്ക് നൈബറിൻ്റെ ഫോട്ടോ ആയത്. ഇപ്പോഴത്തെ നൈബർ ഇങ്ങനൊന്നുമില്ല, കുറച്ചും കൂടി 3D ആയിട്ടുള്ളതാണ്. മറ്റേ നൈബർ ആണെങ്കിൽ ഇത്ര ഒരു ഇല്ല, ഇതിപ്പോൾ കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി പോലെ ഉണ്ട്. പക്ഷേ ലോക്ക് പിക്ക് എടുക്കാൻ പറഞ്ഞാൽ ലോക്ക് പിക്ക് എടുത്ത് പിക്ക്. ഓ ഗൈസ്, നമ്മൾ കമ്പ്യൂട്ടർ ഇത് അല്ലല്ല സാവേജ് കമ്പ്യൂട്ടർ പിക്ക് ലോക്ക് വെച്ച് തുറക്കണം. പക്ഷെ ഇതെന്താ കോഡ് അടിക്കണം ഗൈസ്, കോഡ് അടിക്കണം. നമുക്കെന്തോ അത് കിട്ടിയിട്ടുണ്ട്. ട്രാപ്പിന് വേണ്ട സംഭവമാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് കണ്ടപ്പോൾ ട്രാപ്പ് പോലെ തോന്നി, പക്ഷെ ഇപ്പോഴും കമ്പ്യൂട്ടറിൽ തന്നെയാണല്ലോ ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ഒന്നും ചെയ്യാനില്ല, അവിടെ ചെയ്യണം, പക്ഷെ അത് കോഡ് വേണമെന്ന്. പക്ഷെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നൈബറിൻ്റെ സ്റ്റഡിയിലോട്ട് എന്തോ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഇവിടെ എന്താണ് ഗൈസ് മീനിങ് തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് പറയുന്നത്. ഓ ഗൈസ്, അടുത്ത ലോക്ക് സീക്രട്ട് ലോക്ക്. എനിക്കത് പച്ചയാവണമെന്ന് തോന്നുന്നു, മറ്റേ റൂമിലെ പോലെ തന്നെ. സൈഡിലെ 2 റെഡ് കണ്ടോ? അത് എന്താണ് നേരെ വരാത്തത്? ആ ഗൈസ് വന്നു. ഗൈസ് നടുക്കുണ്ടായി, അതും വന്നു. ഗൈസ് കണ്ട പച്ചയായത്. ഗൈസ് തുറക്ക്. ഗൈസ് എന്താ താക്കോല? നമ്മളിത് എവിടെയെങ്കിലും കൊണ്ട് ഉരുക്കി താക്കോല് മാത്രം എടുക്കണം അതിൻ്റെ അകത്തുനിന്ന്. അങ്ങനെ വല്ല പരിപാടി ഉണ്ടായിരുന്നു. ശരി, ലൈബ്രറിൻ്റെ സ്റ്റഡിയിൽ പോകാനായിട്ട് ഈ താക്കോലും എല്ലാം വല്ല സ്ഥലത്തും കൊണ്ട് വെക്കണം നമ്മുടെ. അയ്യോ, ഇതെങ്ങനെ ഉണ്ട്? ഓ ഗൈസ്, ഗൈസ് നൈബർ എഴുതി വെച്ചിട്ടുണ്ട്. നൈബർ അറിയാമല്ലോ ഗൈസ്, 5 സെക്കൻഡ് 15 സെക്കൻഡ്. ഗൈസ് നൈബറിന് മറ്റേ സ്റ്റണ്ട് ഫോർ 5 സെക്കൻഡ് ആ സംഭവം കാണിക്കത്തില്ല ഇവിടെ. അപ്പോൾ ഗൈസ് നമുക്ക് അറിയത്തില്ല എത്ര സെക്കൻഡ് ആണെന്ന്. ഗൈസ് നൈബർ പോയിട്ടുണ്ട്. ഗൈസ് ഈ സംഭവം കണ്ട നമ്മുടെ എനിക്കൊന്നും നമ്മുടെ മറ്റേ എനിമീസിൻ്റെ വീടാണെന്ന് തോന്നിയത്. അവിടുന്ന് എല്ലാത്തിനും ഒരു പർപ്പിൾ സംഭവം വരുന്നത്. അവിടെ ഇന്ന് അതാണ് മെയിൻ സ്ഥലമാണ്. അവിടെ ഒരു പ്രൊട്ടക്ഷൻ കവറേജ് ഒക്കെ ഉണ്ട്. അവിടെ എന്തെങ്കിലും പറ്റിയാൽ ഫുള്ള് തീരുമെന്ന് തോന്നി. ഇവിടെ എന്തൊക്കെ പറഞ്ഞ് നടപ്പുണ്ട്. പറക്കുവാണ് ഗൈസ് ആ സാധനം. ഈ നൈബർ നമുക്ക് അകത്തോട്ട് പോകണോ? വേണ്ട, നൈബർ ചിലപ്പോൾ കണ്ട ഗൈസ് നമ്മളിപ്പോൾ അകത്തോട്ട് വരുന്നെങ്കിൽ പെട്ടാൽ സീനൊന്നുമില്ല. നമ്മുടെ ഈ ഗണ്ണുണ്ടല്ലോ. ഇതിനകത്ത് ആപ്പിളൊന്നുമില്ല ഗൈസ്. ആപ്പിളാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ സ്പോണായി വരും. ഇതിനകത്തിപ്പോൾ ആപ്പിളില്ല ഗൈസ്. ആപ്പിൾ നമ്മൾ ഒരു വട്ടം എടുത്തിട്ട് നൈബർ പിടിച്ചാൽ നമ്മുടെ പഴയ ആപ്പിൾ നമ്മുടെ കയ്യിൽ തന്നെയാണ്, പക്ഷെ പുതിയ ആപ്പിൾ സ്പോണായി വരും. ഗൈസ് നൈബർ പോയിട്ടുണ്ട്. നമുക്ക് അടുത്ത യെല്ലോ മാർക്ക് ഉണ്ടത് വീടിൻ്റെ മറ്റേ ഹാർട്ടിൻ്റെ മേളിലാണ്. നമുക്ക് വേറെ സ്ഥലം ഇവിടെ വല്ല ഇവർ പറഞ്ഞിരിക്കുന്ന പെയിൻറ്റിങ്ങിൻ്റെ അകത്തുണ്ടെന്നാണ് നമ്മൾ ഹിൻ്റ് എടുത്തപ്പോൾ നമ്മൾ കണ്ടായിരുന്നല്ലോ. ഏത് പെയിൻറ്റിങ്ങിലാണ്? ഈ പെയിൻറ്റിങ്ങിലുണ്ടില്ല, ഈ പെയിൻറ്റിങ്ങിലുണ്ടില്ല. ഈ പെയിൻറ്റിങ് തിളങ്ങുന്ന ഗൈസ് ഇവിടെ ഉണ്ട്, ഇത് തിളങ്ങുന്നു. അത് തന്നെ ഗൈസ് ഹിന്ദില്ലാതെ കുറച്ചൊക്കെ ഹിന്ദി കിട്ടുന്നുണ്ട് തിളക്കം കാരണം. അത് ഇതാ ഫോട്ടോ അല്ല അവിടെ നിന്ന്. അത് കണ്ടോണ്ടിപ്പോൾ ഇത് എടുക്കാം. ഗൈസ് ഗൈസ് അത് തന്നെ ഗൈസ്. ശരി, പോപ്പറൊക്കെ പൊട്ടുന്നത് പോപ്പറാണോ ലേസറാണോ ഗൈസ്? ഇങ്ങനെ അടുത്തതും കൂടി കണ്ടുപിടിക്കണമല്ലോ. നമ്മൾ ഹിന്ദി എടുത്ത് നോക്കിയല്ല, ഹിന്ദിൻ്റെ ആ ഓപ്ഷൻ എടുത്തപ്പോൾ മേളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്തോ ഇമ്പോർട്ടൻ്റ് സംഭവം എന്തോ. അപ്പം നമ്മൾ ഫോട്ടോയുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ ഹിന്ദി ഒന്നും എടുത്തിട്ടില്ല. മിക്കവാറും ഹിന്ദി എടുക്കേണ്ടി വരും ഗൈസ്. നമ്മൾ ഇത് കാണുന്നില്ലല്ലോ. ഒരു ഫോട്ടോയും കൂടി വേണമെന്നാണ് തോന്നുന്നത് നൈബറിൻ്റെ സ്റ്റഡിയിലെത്താൻ. വരുന്ന നൈബർ ഇവിടെ ഇരുന്നാലും കാണുക. അതെന്താണ്? നൈബറിൻ്റെ വീട്ടിൽ ഓരോ കോയിൻസ് ഉണ്ട്. ഒരുമാതിരി എന്തോ ഒരു ഷേപ്പില്ല, വേറെ ഷേപ്പില്ല. മറ്റേ റൗണ്ട് അല്ല, ഇത് വേറെ ഷേപ്പ് പോയിട്ടാണ്. ഒരു
പിന്നെ വേറെ ഒന്ന് സൈഡിൽ എന്തെങ്കിലും ഇലക്ട്രിക് മിന്നലിൻ്റെ ഒരു പടം കാണിച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് അറിയത്തില്ല. ഒക്കെ 0 ആണ്. ഇനി സ്പെഷ്യൽ കോയിൻസ് വല്ലതും ആണോ അതോ ഇനി നമ്മുടെ ഗണ്ണിൻ്റെ അപ്ഗ്രേഡ് വല്ലതും ആണോ എന്ന് അറിയത്തില്ല. അവിടെ ബൗൾ ഇരിപ്പുണ്ട്. ബൗളിൻ്റെ അകത്ത് മീനൊന്നുമില്ല. എന്താ ബോളൊക്കെ കിടപ്പുണ്ട് ബൗളിൻ്റെ. ഓഗസ്റ്റ് മേളിൽ വഴിയുള്ളൂ. ഗൈസ് നമ്മുടെ ലോപ്പിക്കൊണ്ട് നമുക്ക് തുറക്കാം. ഗൈസ് ഇതെന്താണ് പുതിയ സ്ഥലം? ഇതാണ് നൈബറിൻ്റെ സ്റ്റഡി. ഇത് ലൈബ്രറി. അതാണോ സ്റ്റഡി നൈബറിൻ്റെ? ഇതാണ് അല്ല ഗൈസ്. ഇപ്പോഴും ആ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഇതല്ല സ്പെഷ്യൽ റൂമാണ്. ഇതാണ് സ്റ്റഡി അല്ല. കേക്കടെ ആണെന്ന് തോന്നുന്നു. മറ്റേ ആ പർപ്പിൾ സാധനം ഇതിൻ്റെ അടിയിൽ കൂടെ മേളിലേക്ക് എല്ലാം പോകുന്നുണ്ടോ? ഇല്ല, അറിയത്തില്ല ഗൈസ്. ഇതുവരെ ഇവിടെ ഒന്നും കാണാനില്ല. താഴെയാണല്ലോ മറ്റേ സാധനം എല്ലോ. ഗൈസ് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി. ഇല്ല, ഇത് താഴോട്ടും. ഇത് കുറച്ച് സീനാണ് കേട്ടോ. നമ്മൾ മറ്റേ ഡാർക്ക് റെഡിൽ നമ്മൾ വീടിൻ്റെ ഏറ്റവും മണ്ടക്കിന് ചൂണ്ടയിട്ടിട്ട് മാഗ്നറ്റ് എടുത്ത് ഒറ്റ ചാട്ടത്തിൽ താഴോട്ട് നമുക്കൊന്നും പറ്റില്ല. ഇത് കുറച്ചും കൂടി ഇതാണ് സീരിയസ് ആയിട്ടുള്ള സംഭവമാണ്. ഒരു ഒറിജിനാലിറ്റി. നമ്മൾ താഴെയാണ് നമ്മൾ ചത്തുപോകും. നമ്മുടെ ലാസ്റ്റ് ഹാർട്ട് ഒരിക്കലും പോകത്തില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് അത്രയും ബേസ് അങ്ങനൊന്നും ഇല്ലെന്ന് തോന്നുന്നു ബേസ്. ഡാർക്ക് റെഡിൽ നമുക്ക് അത്ര കളിക്കാം. പക്ഷേ നൈബർ ഇയാളെ എങ്ങോട്ടാണ് പോകണം? മേളിലോട്ട് താഴോട്ടാ? അതേ പോണം. ഇത്ര വെടിവെച്ചിട്ട് പോലും അറിയത്തില്ല. പിന്നെ ഇതാണ് സ്റ്റഡി. ലോപ്പിക്കെടുത്ത് തുറക്കാം. പിന്നെ എന്തിനാണ് താക്കോല്? ഇത് ബാറ്ററി എന്തിനാണ്? ക്രാഫ്റ്റ് ഒരു ബട്ടൺ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗൈസ് താഴെ പോലെ ഇല്ല. നമ്മൾ പറയുകയാണെങ്കിൽ ഭയങ്കര ഹ്യൂജ് ആണ്, ഭയങ്കര വലുതാണെന്നാണ്. സ്നൈബർ ഇങ്ങോട്ട് വരും. ഇല്ല കണ്ട്. അയ്യോ ഗൈസ് ലോക്കറിന്റെ പുറത്തേക്കൂടെ വല്ലതും ഒളിക്കാൻ പറ്റുമോ? സ്നൈബർ കസേര മേലിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ താഴോട്ട് വരും. ഓർമ്മയില്ല നമ്മുടെ ലിഫ്റ്റിൽ കൂടെ നൈബർ വന്നത്. ആ സമയത്തല്ലേ നമ്മൾ കയറിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അന്നേരം ജയിച്ചില്ലേ. ഇവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടത്. നമുക്ക് ഈ 2 എണ്ണം താക്കോല് വെക്കേണ്ട ഇവിടെ ആണ് ഗൈസ്. മനസ്സിലായ? നമുക്ക് 3 താക്കോല് കിട്ടുക. അത് ഇവിടെയാണ് വെക്കേണ്ടത്. എന്താ 3 അല്ല 2. ഇത് തന്നെ ഗൈസ്. ഇവിടെ വെക്കണം ഗൈസ്. ഇവിടെ 3 എണ്ണം കാണിച്ചു. നമ്മൾ 2 എണ്ണേ ഉള്ളൂ. പക്ഷെ നൈബറുടെ പോയി. നമ്മൾ നൈബർ നോക്കിക്കൊണ്ട് നൈബർ ഇപ്പം ഇങ്ങോട്ട് വരും. നമ്മൾ എനിക്ക് തോന്നുന്നു ആ ലോക്കറെ തുറക്കുമ്പോൾ കിട്ടുമായിരിക്കും എന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ നമ്മുടെ കോഡ് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും നമ്മൾക്ക് വേറെ നൈബറിൻ്റെ വീട്ടിൽ വേറെ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ഇത് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത മിഷനായിട്ടുള്ള, എനിക്ക് ലോക്കർ പറഞ്ഞാൽ അടുത്ത മിഷനായിട്ടുള്ള സാധനങ്ങൾ വല്ലതും കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കൈസ് ആ കോഡ് വല്ലതും കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത മിഷന് വേണ്ട എന്തെങ്കിലും സാധനം. ഗൈസ് എന്താണ് ഹിൻ്റല്ലേ? ഹിൻ്റെടുത്ത് 2 ഹിൻ്റെടുത്ത്. ഗൈസ് സെക്കൻഡ് ഫ്ലോറിൽ തന്നെ എവിടെ ഗൈസ് കണ്ട 3 നെസസറി, അതായത് താക്കോലില്ല, അത് താക്കോൽ വെച്ചിട്ടുള്ള കട്ട, അത് 3 എണ്ണം വേണം നെസസറി തിങ്സ്. സേഫ് ഫോർ ദ സേഫ്. ഗൈസ് ഈ സേഫിനായിട്ട് നമുക്ക് അത് ഒരെണ്ണം കൂടി കണ്ടിരിക്കും. നമ്മൾ ഹിൻ്റെടുക്കാതെ കളയുന്ന ഗൈസ് മറ്റേ കൊണ്ടല്ലേ ശരി. ഇത് തന്നെ ഗൈസ് അവിടെ ഉണ്ട്. നമുക്ക് മേളിൽ എല്ലാം കിട്ടുമോ നോക്കാം. ക്യാമറയിൽ കൂടെ ചാടി അപ്പുറത്തെ വെളിയിലോട്ട് പോകാൻ പറ്റും. ഡാർക്ക് റെഡിലേക്ക് ഫോട്ടോ, മറ്റേ ഫസ്റ്റിലും സെക്കൻഡിലേക്ക് ഫോട്ടോ ഉണ്ട്.
ഡാർക്ക് റീഡിൽ മറ്റേ ഫസ്റ്റും സെക്കൻഡും നമ്മൾ ആ ഗെയിം കയറ്റാൻ നേരത്തെ താഴെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള കുറച്ച് സർവൈവൽ അഡ്വഞ്ചർ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇതിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഹോറർ എന്നുണ്ട് സ്ത്രീക്ക്. നമ്മുടെ സ്ഥലമൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ ഇത് കുറച്ച് സീനായിട്ടുള്ള സ്ഥലമാണ്. സ്ട്രേഞ്ച് ഹില്ലെന്നാണ്. നമ്മൾ ആ മെസ്സേജ് വായിച്ചില്ലേ സെക്കൻഡിൽ ഡാർക്ക് റീഡിൽ ഒരു മറ്റേ നമ്മൾ ഡാർക്ക് റീഡിൽ 1 സംഭവം ഇല്ലായിരുന്നു, ഒരു ബോർഡ് പോലെ. അതുപോലത്തെ ഒരു മെസ്സേജ് നമ്മൾ സെക്കൻഡിൽ വായിച്ചില്ലേ, അതാണ് ഗൈസ്. എന്തോ മൊബൈൽ നമ്മുടെ ഈ ഇവനില്ലേ ഇത് ഹൗവേർഡ് ഇത് ആ സാധനം നെയ്ബറുണ്ട് ഗൈസ്. ഇല്ലെന്നാണ് തോന്നുന്നത്. ഗൈസ് നൈബർ ഇല്ല ഗൈസ്, ഇതൊന്നുമില്ല. നമുക്ക് താഴോട്ട് പോയാലോ? നൈബർ ഇവിടെ ഇല്ല. നൈബർ വരാണെങ്കിൽ നമ്മൾ നേരെ താഴത്തേക്ക് ചാടും. ചത്തില്ലെങ്കിൽ നമുക്ക് താഴോട്ട് നേരെ ഓടാം. താഴെ ഡെഡ് ആവത്തില്ലെന്നാണ് തോന്നുന്നത്. ഇത്രയും പൊക്കത്തിൽ ചാടിയൊന്നും കുഴപ്പമൊന്നും കിട്ടത്തില്ലായിരുന്നു. നൈബർ ഈ റൂമിലെല്ലാം കയറി നിൽക്കുന്നുണ്ട്, പറയാൻ പറ്റില്ല. നമുക്ക് താഴോട്ട് പോയാൽ ഒന്ന് എടുത്തിട്ട് അതിനകത്ത് എന്തുവാ ഉള്ളതെന്ന്. നമുക്ക് കറക്റ്റ് 3 കിട്ടിയാലേ വെക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പറ്റത്തില്ല. ഗൈസ് തുറക്ക്. ഇൻട്രൊഡക്ഷൻ മതി. എന്തോ പേപ്പറിൽ എന്തോ പറക്കും. എന്തുവാ സംഭവം? കോഡ് 7125 7125. കോഡടിച്ച് എന്ത് പറ്റും? മറ്റേ മേളത്തെ പറപ്പൂർ സാധനം വരെ നിൽക്കുക. ദൈവമാണ്, ഇതിനെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു കസേരക്ക്. ഇതിൻ്റെ അകത്തേക്കൂടെ വരുമെന്നാണ്. ഇല്ലില്ല, ഇത് നമ്മൾ കസേരയിൽ നിൽക്കണം തോന്നുന്നു. അപ്പൊക്കോ 2 ബട്ടനുണ്ട്. പോട്ടെ. ഇവിടെ നൈബർ ഉണ്ട്. കണ്ട ഗൈസ്, ഈ നൈബറിന് ഒരു സൗണ്ട് പോലെയൊക്കെ കേൾക്കായിരുന്നു. കഥയിൻ്റെ പറയുമല്ലോ ഉണ്ടാ ഗൈസ്. ഇവിടെ ഉണ്ട്. എവിടെയാണ് ഇതിന് മേളിലെല്ലാം ഉണ്ടായില്ലല്ലോ ഗൈസ്. മേളിലൊന്നും വരാൻ ചാൻസില്ല. അയ്യോ ഗൈസ്, നമ്മൾ ഗണ്ണെടുത്തില്ല ഗൈസ്. നമ്മൾ നൈബറിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, ഗണ്ണെടുക്കാൻ മറന്നുപോയി. നൈബറിൻ്റെ ഇപ്പോഴത്തെ നിൽക്കുന്നു. നമ്മുടെ നൈബറിന് ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. കുറച്ചും കൂടി ഇതായിട്ടുണ്ടെന്നുള്ളൂ, കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടെന്നുള്ളൂ. അതേ വരുന്നു. അങ്ങോട്ടേക്കാണ്. ഇങ്ങോട്ടേക്കാണ്. നൈബറിൻ്റെ തലയിൽ റെഡ് കളറാകുമ്പോൾ നമ്മളെ പിടിക്കാൻ വരും. ഒരു മിന്നൽ കണ്ട നൈബറിൻ്റെ തല. പിന്നെ നമ്മളെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ തല എപ്പോഴും. അപ്പോൾ ഗൈസ് നമുക്ക് കോഡ് കിട്ടി. കോഡടിക്കണേ. സൈബർ പോന്നു, വെടിയും കൊള്ളത്തില്ല. എന്നിട്ട് അവിടെ നിൽക്കുവാണ്. അടുത്തായിട്ട് എന്നാ ഒടുക്കത്തെ സ്പീഡും. നൈബറിന് പോകുന്നില്ല. അപ്പോൾ നമ്മൾ കോഡിന് നാളെയാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ പാർട്ട് 2 അടുത്ത് കോഡ് അടിക്കുന്നത് തൊട്ടുള്ളത് നാളെ ആയിരിക്കും. അപ്പോൾ